ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീക്വൻസിൻ്റെ റിക്കേഴ്സീവ് ഡെഫിനേഷനും അതുപോലെ തന്നെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കൺവേർജൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെ അതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഒന്ന് രണ്ട് പ്രോബ്ലംസ് എപ്സിലൺ ആൻഡ് എൻ വരുന്ന ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു തിയറാണ്. തിയറം പറയുന്നത് ഇതാണ്: if limit n tends to infinity f of x equal to L and sequence an is a sequence defined by an equal to f of n where n is a positive integer, then limit n tends to infinity an is equal to L. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എല്ലാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണുന്നത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ്സ് എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എല്ലാണ് എങ്കിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂസ് പോസിറ്റീവ് ഇൻറ്റിജറിൽ വരുന്ന ആ ഫംഗ്ഷൻ്റെ വാല്യൂസ്, അതായത് എഫ് ഓഫ് എന്നുകൾ, എൻ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ആ ഇമേജസ്, ആ ഫംഗ്ഷൻ്റെ ഇമേജസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സീക്വൻസ് എ എൻ ഉണ്ടാക്കുകയാണ് എങ്കിൽ, അപ്പോൾ ആ സീക്വൻസിൻ്റെ പ്രത്യേകത അവിടെ നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 1 2 3 മാത്രമാണ്, 1 2 3 എക്സിട്ര മാത്രമാണ് ഡൊമൈനിലെ പോയിന്റ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മാത്രം ഇമേജസ് ആണ് എഫ് ഓഫ് എൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ എഫ് ഓഫ് എന്നുകളെയാണ് നമ്മൾ എ എൻ എന്ന് വിളിക്കുന്നത്. ആ എ എൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സീക്വൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റും എൽ തന്നെയായിരിക്കും. ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണോ അത് തന്നെയായിരിക്കും ആ ഫംഗ്ഷൻ്റെ വാല്യൂസ് വെച്ചുണ്ടാക്കിയ സീക്വൻസിൻ്റെയും ലിമിറ്റ്. അപ്പോൾ അതാണ് തിയറത്തിൽ പറയുന്നത്. ഫംഗ്ഷൻ ഉണ്ട് കറസ്പോണ്ടിംഗ്ലി, ഒരു സീക്വൻസിന് കറസ്പോണ്ടിംഗ്ലി ഒരു ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റും ആ സീക്വൻസിൻ്റെ ലിമിറ്റും രണ്ടും സെയിം ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. പ്രോബ്ലം അതാണ്: ഫൈൻഡ് ലിമിറ്റ് n tends to infinity 1/n raised to r if r greater than 0. അപ്പോൾ ഇത് നമ്മൾ ഈ തന്നിരിക്കുന്ന സീക്വൻസിനെ ആദ്യം ഒരു ഫംഗ്ഷനായിട്ട് വ്യൂ ചെയ്യുകയാണ്. അപ്പോൾ എ എൻ തന്നിരിക്കുന്നത് 1/n raised to r എന്നാണല്ലോ. അവിടുത്തെ n ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെയാണ്. നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ എടുക്കുകയാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? 1/x raised to r എന്ന് എടുക്കുക. n raised to r ന് പകരം x raised to r എന്ന് എടുക്കുക, വേറെ x greater than 0. അപ്പോൾ ഇനി ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം മുകളിൽ പറഞ്ഞ തിയറം പ്രകാരം എന്ത് ചെയ്താൽ മതി? ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റും സീക്വൻസിൻ്റെ ലിമിറ്റും രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x raised to r. നമുക്ക് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇവിടെ എക്സ് റേസ് ടു ആർ എന്നുള്ള ടേം ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ക്യാൻസലേഷനൊന്നും ഇല്ല. അവിടെ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/∞ എന്നാണ് വരിക. 1/∞ പറയുമ്പോൾ അത് 0 ആണ്. ആർ ഈസ് പോസിറ്റീവ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡിനോമിനേറ്ററിൽ തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് വാല്യൂ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എബവ് തിയറം യൂസ് ചെയ്താൽ ഈ സീക്വൻസിൻ്റെയും ലിമിറ്റ് ഈക്വൽ ടു 0 ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചില ലിമിറ്റുകൾ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പല ഡെഫിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ രീതിയായിരിക്കും. അപ്പോൾ ഈ തിയറം അങ്ങനെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു തിയറാണ്. അപ്പോൾ 1/n raised to r ൻ്റെ ലിമിറ്റ് 0 ആണ് എന്ന് പറയാം. അടുത്തത് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് ലോസ് ആണ്. ലിമിറ്റ് ലോസ് ഫോർ സീക്വൻസസ്. Let a sequence A and sequence B and be two real sequences. The following rules holds if limit n tends to infinity a n equal to L and limit n tends to infinity b n equal to m, where L and m be real numbers. ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് സീക്വൻസുകളുണ്ട്, സീക്വൻസ് എ എനും സീക്വൻസ് ബി എനും. അതിൽ സീക്വൻസ് എ എൻ്റെ ലിമിറ്റ് ക്യാപിറ്റൽ എൽ ആണ് എന്നും സീക്വൻസ് ബി എൻ്റെ ലിമിറ്റ് ക്യാപിറ്റൽ എം ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് 5 റൂൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 5 റൂൾസും ഹോൾഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് ലിമിറ്റ് ലോസ് ഫോർ സീക്വൻസസ് എന്ന് പറയുന്നത്. സീക്വൻസിൻ്റെ ലിമിറ്റിൻ്റെ ലോസ്. ലിമിറ്റ് ലോസ് അല്ലാതെ നിങ്ങൾ ലിമിറ്റ് പഠിച്ചിട്ടുണ്ടാവും. അത് ഫംഗ്ഷൻസിനായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മളത് കറസ്പോണ്ടിംഗ്ലി സീക്വൻസിനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സം റൂളാണ്. അപ്പോൾ ലിമിറ്റ് n tends to infinity an plus bn ഈക്വൽ ടു എ എൻ്റെ ലിമിറ്റ് എൽ ആണ്, ബി എൻ്റെ ലിമിറ്റ് എം ആണല്ലോ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് സം റൂള്. അതേപോലെ ഡിഫറൻസ് റൂള് പറയാം. ലിമിറ്റ് n tends to infinity an മൈനസ് ബി എൻ ഇസ് ഈക്വൽ ടു എൽ മൈനസ് എം. അതുപോലെ പ്രൊഡക്റ്റ് റൂള്. ലിമിറ്റ് n tends to infinity an ഇൻറ്റു ബി എൻ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എം. കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂള്.
ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി k ഇൻറ്റു ബി എൻ. k കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ k ഇൻറ്റു ലിമിറ്റ് ബി എന്നിൻ്റെ ലിമിറ്റ് എം ആണ്, അപ്പോൾ k ഇൻറ്റു എം ആണ് വരിക. ലാസ്റ്റ് വൺ കോഷ്യൻ റൂൾ ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ബൈ ബി എൻ ഇസ് ഈക്വൽ ടു L by M ആണ് വരിക, പ്രൊവൈഡഡ് M നോട്ട് ഇക്വൽ ടു 0, ഡിനോമിനേറ്റർ നോട്ട് ഇക്വൽ ടു 0. അപ്പോൾ ഈ എല്ലാ റൂൾസും സീക്വൻസുകളുടെ ലിമിറ്റിനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് യൂസ് ചെയ്ത് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം. Using the theorem, evaluate the limit of the following sequences. First one, sequence minus 1 by n ആണ്. Sequence minus 1 by n, limit n tends to infinity മൈനസ് 1 by n. സീക്വൻസ് മൈനസ് 1 by n കണ്ടോ. സീക്വൻസിന് ചിലപ്പോൾ സിമ്പിൾ ബ്രാക്കറ്റ് നൊട്ടേഷൻ കൊടുക്കാറുണ്ട്, ചിലപ്പോൾ കേളി ബ്രേസസ് ആണ് നൊട്ടേഷനായിട്ട് യൂസ് ചെയ്യാറ്. ഏത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആ ബ്രാക്കറ്റ്സ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം കേട്ടോ. അത് സിമ്പിൾ ബ്രാക്കറ്റോ കേളി ബ്രേസസോ അത് നിങ്ങളുടെ സൗകര്യം പോലെ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് എന്നുള്ളൊരു ടേം ഉണ്ട്. അപ്പോൾ -1 വ്യൂ ചെയ്തിട്ട് അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ -1 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n. കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. ഇനി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ 1 by n എന്നുള്ള സീക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആണ് അല്ലേ. ഈ 1 by n എന്നുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 by n എന്നുള്ള സീക്വൻസ് അതിലെ ടേംസ് എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്ത് നോക്കി. അതിലെ ടേംസ് എന്തൊക്കെയാണ് വരിക? 1, 1/2, 1/3, 1/4, 1/5 അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ n വലുതായി ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും ഇതിൻ്റെ വാല്യൂ 0ലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും 0 വിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തൊരു വാല്യൂവിലേക്ക് അത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജോമെട്രിക്കലി നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിമിറ്റ് 0 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അല്ലെങ്കിലും ഇവിടെ എന്നിന് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരും, വാല്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ സീക്വൻസ് 1 by n ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ലിമിറ്റും ഒക്കെ എപ്പോഴും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 1 by ഇൻഫിനിറ്റി ഇത് 0 ആണ്, അപ്പോൾ -1 ഇൻറ്റു 0 വരും, അപ്പോൾ അത് ഈക്വൽ ടു 0 വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 0 ആണ് കിട്ടുക. അടുത്തത് നോക്കാം. അടുത്തത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n-1 by n ആണ്. അപ്പോൾ ഇവിടെ നോക്കി n-1 by n എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ ആ മാക്സിമം ക്യാൻസലേഷൻ ചെയ്ത ശേഷം മാത്രമേ ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നോക്കി ഇവിടെ ന്യൂമറേറ്ററിലും n ഉണ്ട്, ഡിനോമിനേറ്ററിലും n ഉണ്ട്. രണ്ടെന്നും ഓരോ n ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ആ ക്യാൻസലേഷൻ കൂടി അവിടെ കാണിക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്യണം. ഓൾറെഡി നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ, അപ്പോൾ അത് ഇവിടെ ഒന്ന് കാണിച്ചാൽ മതി. ഇവിടെ നിന്ന് n ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബാക്കി ന്യൂമറേറ്ററിൽ എന്താണ്ടാവുക? 1 - 1 by n ബാക്കി ഉണ്ടാവും അല്ലേ. ഇവിടെ നിന്ന് ഒരു എന്നും പോരും, പിന്നെ ഇവിടെ നിന്ന് ഒരു n അവിടെ ഇല്ല, പക്ഷേ അത് ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു n 1 by n എന്നുള്ളതായി മാറും. പിന്നെ മുകളിൽ നിന്ന് ഒരു എന്നും താഴെ നിന്ന് ഒരു എന്നും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 - 1 by n ആണ് കിട്ടുക. ദെൻ ഡിഫറൻസ് റൂൾ അപ്ലൈ ചെയ്താൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n വരും. 1ൻ്റെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അത് കോൺസ്റ്റൻ്റ് ആണ്, 1ൻ്റെ വാല്യൂ മാറില്ല, അപ്പോൾ അതിൻ്റെ ലിമിറ്റ് 1 തന്നെയാണ്. 1 by n ലിമിറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 0 ആണ്, സോ വാല്യൂ ഈസ് 1. ഓക്കെ, അടുത്തത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 5 by n സ്ക്വയർ. അപ്പോൾ 5 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ വെച്ചിട്ട് അതിനെ 5നെ പുറത്തേക്ക് എടുത്തു. പിന്നെ 1 by n സ്ക്വയർ ആണുള്ളത്, അതിൽ 1 by n ലിമിറ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിനെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് 5 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n ആക്കി എഴുതി. കാരണം ഈ 1 by n എന്നുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് നമുക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് അത് അങ്ങനെ എഴുതിയത്. ഇതെല്ലാം ഡയറക്റ്റ് 1 by n സ്ക്വയറിൽ n ഇൻഫിനിറ്റി കൊടുത്താലും നമുക്ക് 0 എന്നുള്ള ഉത്തരം കിട്ടും. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, എന്തായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്കിത് അറിയാവുന്നതുകൊണ്ട് അതൊരു പ്രൊഡക്റ്റ് റൂളിൻ്റെ ടേംസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തേ. ഇപ്പോൾ 5 ഇൻറ്റു 0 ഇൻറ്റു 0 വരും, വാല്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്തത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4 മൈനസ് 7 n റേസ് ടു 6 ഡിവൈഡഡ് ബൈ n റേസ് ടു 6 പ്ലസ് 3. ഇതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതെ ക്യാൻസലേഷൻ പോസിബിൾ ആണ്. ക്യാൻസലേഷൻ പറയുമ്പോൾ ഇവിടെ n റേസ് ടു 6ൻ്റെ ഒരു ടേം ഉണ്ട്, ഇവിടെ അതെ n റേസ് ടു 6ൻ്റെ ഒരു ടേം ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും n റേസ് ടു 6 എന്നുള്ള ടേം ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ n റേസ് ടു 6 ഔട്ട് സൈഡ് പോന്നു കഴിയുമ്പോൾ 4ൻ്റെ കൂടെ 4 by n റേസ് ടു 6 മൈനസ് 7 വരും. ഡിനോമിനേറ്ററിൽ ഒരു n റേസ് ടു 6 പോന്നു കഴിഞ്ഞാൽ 1 പ്ലസ് 3 by n റേസ് ടു 6 വരും. അതിൽ n റേസ് ടു 6 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4 by n റേസ് ടു 6 മൈനസ് 7 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3 by n റേസ് ടു 6 ആണ് കിട്ടുക.
അപ്പോൾ നമ്മൾ മാക്സിമം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യാം. കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കാം. ഇനി ന്യൂമറേറ്ററിൽ തന്നെ നമ്മൾ ലിമിറ്റിൻ്റെ ഡിഫറൻസ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ ഡിനോമിനേറ്ററിൽ സം റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതും രണ്ടും സെപ്പറേറ്റ് കൊടുത്തിട്ട് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4/n⁻⁶ മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 7 തന്നെയായിരിക്കും. അതുപോലെ ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 തന്നെയായിരിക്കും. ബാക്കി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3/n⁻⁶ വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തിൽ എന്നിന് ഇൻഫിനിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരും. അതുകൊണ്ട് ഫസ്റ്റ് ടേം 0, പിന്നെ -7 അവിടെ ഉണ്ടാവും, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഫസ്റ്റ് ടേം 1 അവിടെ ഉണ്ടാവും. അടുത്ത ടേമിൽ എന്നിന് ഇൻഫിനിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 0 വരും. അപ്പോൾ ആൻസർ -7/1, ദാറ്റ് ഈസ് -7. നെക്സ്റ്റ് പ്രോബ്ലം, ഷോ ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n+1/n = 2 എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതും അതേ പറഞ്ഞ പോലെയുള്ള കോഷ്യൻ്റ് റൂളും സം റൂളും ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ മാക്സിമം ക്യാൻസലേഷൻ ചെയ്യുക. ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് ക്യാൻസലേഷൻ ചെയ്തത്, ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട് സെപ്പറേറ്റ്. നിങ്ങളത് വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതിയിടുക. ഇത് ചെയ്യണം എന്നില്ല, ഞാനൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എഴുതിയതാണ്. ഇവിടെ നിന്ന് n ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2+1/n, പിന്നെ ഡിനോമിനേറ്ററായിട്ടുള്ള n-ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോവും. സോ 2+1/n കിട്ടും ക്യാൻസലേഷൻ കഴിയുമ്പോഴും. പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇവിടെ ഇപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലല്ലോ, ആകെ ന്യൂമറേറ്റർ മാത്രമേ ഇവിടെ ഉള്ളൂ, 2+1/n അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സം റൂൾ യൂസ് ചെയ്യുക. സം റൂൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലിമിറ്റ് 2, രണ്ടാമത്തെ ലിമിറ്റ് 0, 2 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെയുള്ള സെയിം പ്രോബ്ലമാണ് ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, മനസ്സിലാവും. ക്യാൻസലേഷൻ കഴിഞ്ഞ് ലിമിറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ പ്രോബ്ലം, അതും അതെ ക്യാൻസലേഷൻ കഴിഞ്ഞിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്തിട്ട് നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. അടുത്തത് ഒരു റിമാർക്കാണ്. റിമാർക്കിൽ എന്താ പറയണേന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ തിയറത്തിൻ്റെ, അതായത് ലിമിറ്റിൻ്റെ സം ഡിഫറൻസ് റൂളുകളൊക്കെ പറഞ്ഞില്ലേ, കോഷ്യൻ്റ് റൂൾ വരെ പറഞ്ഞില്ലേ 5 എണ്ണം, അതിൻ്റെ ഒരു റിമാർക്കാണ്. അതെന്താ പറയണേന്ന് നോക്കാം. Theorem 2 is that every non-zero multiple of a divergent sequence AN diverges. അപ്പോൾ സപ്പോസ് ദ കോൺട്രറി ദാറ്റ് ഓക്കെ, അതായത് ഒരു സീക്വൻസ് ഒരു ഡൈവേർജൻറ്റ് സീക്വൻസ് ആണ് എങ്കിൽ അതിൻ്റെ ഏത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എടുത്താലും ആ സീക്വൻസും ഡൈവേർജ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അത്ര അങ്ങോട്ട് പ്രോബ്ലത്തിലേക്കൊന്നും ആവശ്യമുള്ളതല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതിയാവും. അടുത്തത്, ഫൈൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ln/n. അതാണ് ആദ്യത്തെ പ്രോബ്ലം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ln/n എന്നുള്ളതിൽ ക്യാൻസലേഷൻ ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ നേരെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ln/n എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ ln ഇൻഫിനിറ്റി, അതായത് ഇൻഫിനിറ്റി ഫോമാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ ചെയ്യുന്നത്, നമ്മൾ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു തിയറം പഠിച്ചില്ലേ, അതായത് സീക്വൻസിൻ്റെ വാല്യൂം അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫംഗ്ഷനും ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഈ ഒരു ഇൻഫിനിറ്റി ഫോമിലേക്ക് വരുന്നത് കൊണ്ട് നമുക്കിതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആദ്യം എഴുതി നോക്കാം. ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് ln(x/x) ആണ് വരിക. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ln(x/x) ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി ln(x/x) എഴുതുമ്പോൾ എഗെയിൻ നമുക്ക് ഇൻഫിനിറ്റി ഫോമാണ് വരിക. അപ്പോൾ എന്ത് ചെയ്യണം, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ മുകളിലും ഡെറിവേറ്റീവ് എടുക്കുക, താഴെയും ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് ഇവിടെ 1/x വരും, ഇവിടെ 1 വരും. അപ്പോൾ ടോട്ടൽ നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ആണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെയും ലിമിറ്റ് 0 ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫിനിറ്റി ഫോം വന്നാൽ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എഴുതുക, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത് പ്രോബ്ലം ചെയ്യാം. അത് തന്നെയാണ് സെക്കൻഡ് പ്രോബ്ലം വരുന്നത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e⁻n/n² ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് n-ന് ഇൻഫിനിറ്റി, ക്യാൻസലേഷൻ ഒന്നുമില്ല, n-ന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ഫോം വരും. അതുകൊണ്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ എഴുതി, f(x) = e⁻x/x² എഴുതി. എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് e⁻x/2x, പക്ഷേ എപ്പോഴും അത് ഇൻഫിനിറ്റി ഫോം തന്നെയാണ്. കാരണം e⁻∞ ആണ്, ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി വരും. ഒരു പ്രാവശ്യം കൂടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്താൽ e⁻x/2 കിട്ടും.
ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ മുകളിൽ ഇൻഫിനിറ്റി ആണ് വരിക, അപ്പോൾ ഇവിടെയും നമുക്ക് ഇൻഫിനിറ്റി കിട്ടും. ഇൻഫിനിറ്റി ബൈ 2 ഇൻഫിനിറ്റി ആണല്ലോ. സോ നമ്മുടെ സീക്വൻസിൻ്റെയും ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ.